പ്രതിക്കുന്നവരെ പ്രതിയാക്കി ജയിലിലടയ്ക്കുന്ന സമീപനം, ആ സമയം കൊണ്ട് ആശുപത്രിയിലെ ജീവനക്കാരോട്, ഉത്തരവാദിത്തപ്പെട്ട സൂപ്രണ്ടോ പ്രിൻസിപ്പാളിനെ പോലെ ഉള്ളവരോട് മര്യാദയ്ക്ക് വിളിച്ച് അവിടെ എന്ത് വേണമെന്ന് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലുമില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിൽ തള്ളൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉറഞ്ഞു തുള്ളൽ കൂടിയുണ്ട്. പ്രതിഷേധം കണ്ടാൽ ഉറഞ്ഞു തുള്ളുകയാണ്. ആ തരത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന മന്ത്രിയെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. നമസ്കാരം. ഇവിടെ ചികിത്സിച്ചാൽ ജീവഹാനി വരെ സംഭവിച്ചേക്കാം. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മെഡിക്കൽ കോളേജിന് മുൻവശത്തായിട്ട് എഴുതി വെച്ച ഒരു പോസ്റ്ററാണിത്. അവിടെ വരെ എത്തിയിരിക്കുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ അവസ്ഥ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തു വന്നത്. കോന്നി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ വിഭാഗ മേധാവിയാണ് ഡോക്ടറായിട്ടുള്ള ഡോക്ടർ കെ ശിവപ്രസാദ് ഇത്തരം ഒരു പോസ്റ്റർ പതിപ്പിക്കുന്നത്. എന്തായാലും ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് ശ്രീകാര്യം ശ്രീകുമാർ സാറാണ്. സാർ, ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ചികിത്സിച്ചാൽ ഇനി ജീവഹാനി വരെ സംഭവിച്ചേക്കാം എന്നുള്ള ഒരു പോസ്റ്റർ പോലും വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇതിന്റെ ഒരു വിലയിരുത്തൽ? ഈ നമ്മുടെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ നിരവധി തള്ളലുകൾ നടത്തിയിട്ടുള്ളതിന്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം മേധാവി തന്നെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു സമ്മതപത്രം. അതിൽ പറയുന്നത് വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത കൊണ്ട് ജീവഹാനി വരെ വരാം. ഇത് തന്നെയാണ് കുറച്ച് വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ഹാരിസ് മുൻപ് പറഞ്ഞത്. ഇവിടെ പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനപരമായ ഒരു സൗകര്യവുമില്ല എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ വാളോങ്ങി വലിയ ജനപിന്തുണ അദ്ദേഹത്തിനുള്ളതുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല. അപ്പോൾ ഈ മന്ത്രിയുടെ സ്വന്തം ജില്ലയിലെ മെഡിക്കൽ കോളേജാണ് കോന്നി മെഡിക്കൽ കോളേജ്. അവിടെയും ദയനീയമായ സാഹചര്യം. നമ്മൾ മുമ്പ് ഇതുപോലെയുള്ള ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ കോളേജ് എന്ന പേരിൽ ഒരു ബോർഡും ഒരു കിടക്കയും മാത്രം ഉണ്ട്. ഇത് വെച്ചിട്ടാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ ജില്ലാ ആശുപത്രിയുണ്ട്, അവിടെ കൊല്ലത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉണ്ട്. ഈ കൊല്ലം ജില്ലയിലെ കാർഡിയോളജി സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട വേണു എന്ന രോഗി അവിടുത്തെ ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സ തേടാൻ വന്നപ്പോൾ അദ്ദേഹം മരണത്തിലേക്ക് പോയി, അദ്ദേഹം ചികിത്സ ലഭിക്കാതെ. അപ്പോൾ ഒരു ജില്ലയിലെ മെഡിക്കൽ കോളേജ് റെഫർ ചെയ്ത് വിടുകയാണ് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക്. ഇതേ അവസ്ഥ തന്നെയാണ് പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജിലുള്ളത്. ഈ മുമ്പ് മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, അമേരിക്കയിലുള്ള ആൾക്കാർ പോലും കേരളത്തിലെ ചികിത്സ കണ്ടിട്ട് അത് മോഹിക്കുകയാണ്. അപ്പോൾ ഈ ചികിത്സ മോഹിക്കുന്നതിൻ്റെ കുറെ കാരണങ്ങൾ ബഹുമാനപ്പെട്ട സർജറി വിഭാഗ മേധാവി പറഞ്ഞിട്ടുണ്ട്. സുസജ്ജമായ തീവ്രപരിചരണ വിഭാഗം അവിടെ ഇല്ല, വേണ്ടത്ര ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളില്ല, പിന്നെ പൊളിഞ്ഞു വീഴുന്ന പെയിന്റുകളിൽ നിന്നും രോഗികൾക്ക് അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ജീവൻ രക്ഷാ ദൗത്യത്തിന് വേണ്ടി വരുമ്പോൾ ഹൃദ്രോഗ വിദഗ്ധന്റെയോ വൃക്കരോഗ വിദഗ്ധന്റെയോ അഭാവം ഈ ആശുപത്രിയിലുണ്ട്, വൈകിട്ട് 5 മണിക്ക് ശേഷം ഒരു രീതിയിലും ഫാർമസി പ്രവർത്തിക്കുന്നില്ല, പിന്നെ പോരാഞ്ഞിട്ട് വന്യ മൃഗങ്ങളുടെ ശല്യവും ഈ മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ ചികിത്സ കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് ആ വാർഡിനുള്ളിൽ ജനങ്ങൾക്ക് കിടക്കാനോ കൂട്ടിരിപ്പുകാർക്ക് പുറത്തിറങ്ങിയിരിക്കാനോ പോലും കഴിയാത്ത വലിയ സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഇത്രയൊക്കെ പോരായ്മകൾ അറിഞ്ഞുകൊണ്ട് മരണം വന്നാൽ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതമാണ് എന്ന് ഒരു രോഗി എഴുതി കൊടുക്കാൻ. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ പോയ പരലോകത്തേക്കുള്ള വിസ ലഭിക്കുന്നതാണ് എന്ന് നമ്മൾ മുമ്പ് ചില ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു തരത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർക്ക് അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ട്, കാര്യം രോഗികളുടെ ജീവൻ വെച്ച് പന്താടുവാൻ സാധ്യമല്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആ ഡോക്ടർ തന്നെ ഇത് പറഞ്ഞിരിക്കുകയാണ്. കാര്യം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ഒരു രോഗി വന്നാൽ അദ്ദേഹം ചികിത്സിക്കാൻ തയ്യാറാണ്, പക്ഷെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ചികിത്സ നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിനെ വേട്ടയാടിയത് കൊണ്ട് മാത്രമായില്ല, അദ്ദേഹത്തിനെ മെമ്മോ കൊടുത്തു, മെമ്മോ അദ്ദേഹം കൈപ്പറ്റിയില്ല എന്ന് പറയുന്നു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമ്പർ 1 ആരോഗ്യം എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണെന്നും, ഇവിടെ പാവപ്പെട്ട രോഗികൾക്ക് ഇവിടെ 14 മെഡിക്കൽ കോളേജുണ്ട്, അതിൽ ആദ്യകാലത്തുള്ള 5 മെഡിക്കൽ കോളേജിലല്ലാതെ രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അത് മാത്രവുമല്ല, യഥാർത്ഥ
ആരോഗ്യ മേഖലയിലെ യഥാർത്ഥ കേരള സ്റ്റോറിയാണ് ബഹുമാനപ്പെട്ട സർജറി മേധാവി പറഞ്ഞു. യഥാർത്ഥ കേരള സ്റ്റോറി, ആരോഗ്യത്തിന്റെ കേരള സ്റ്റോറിയാണിത്. വിവിധ കേരള സ്റ്റോറികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ആരോഗ്യ മേഖലയെ യഥാർത്ഥ കേരള സ്റ്റോറി ബഹുമാനപ്പെട്ട ശിവപ്രസാദ് ഡോക്ടർ പറഞ്ഞതാണ്. അവിടെ യഥാർത്ഥത്തിൽ പലപ്പോഴും അവിടെ ആശുപത്രി ഉപകരണങ്ങൾ സ്വന്തം നിലയ്ക്ക് ഈ ഡോക്ടറും മറ്റു ഡോക്ടർമാരും കൂടെ ചേർന്ന് വാങ്ങിയതായിട്ട് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ലാലിനെ പോലെയുള്ളവർ ഇത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് അന്വേഷിച്ചപ്പോൾ വിശദമായ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ തന്നെ ഡോക്ടർ ലാലിനോട് പറഞ്ഞത്, നിങ്ങൾ ഇത് പ്രസിദ്ധപ്പെടുത്തിക്കോളൂ, എനിക്ക് പരാതിയില്ല. അപ്പൊ അങ്ങനെ ഡോക്ടർ ലാൽ കഴിഞ്ഞ ദിവസം കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ തരത്തിൽ അവിടെ രോഗികൾക്ക് കേരളത്തിലെ 9ഓളം മെഡിക്കൽ കോളേജുകളിൽ അതിദയനീയമായ സാഹചര്യമാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് ആരോഗ്യമന്ത്രിയുടെ ജില്ലയിലെ മെഡിക്കൽ കോളേജായ കോന്നി മെഡിക്കൽ കോളേജാണ്. ഈ ആരോഗ്യ മേഖലയും മറ്റു ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഈ സർജറി നടത്തുന്നതിനുള്ള പ്രോട്ടോകോൾ ഉണ്ട്. അതിൽ ഇത്ര ഉപകരണങ്ങൾ, ഇത്ര ജീവനക്കാർ, ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വേണമെന്നോ സർജറി പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പാലിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനെ സർജറി പ്രോട്ടോകോൾ പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വയറിൽ കത്രിക ഇടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. കാര്യം ഒരു ഡോക്ടർ തന്നെ ഈ ഉപകരണങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ഡോക്ടർ പറഞ്ഞ സർജറി നടത്തണം, സർജറി കഴിഞ്ഞിട്ട് ഈ ഉപകരണങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഒരു ഡോക്ടർ തന്നെ അല്ല നോക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരാണ്. അപ്പോൾ അത്തരത്തിൽ ജീവനക്കാരില്ലാതെ വരുമ്പോഴാണ് ഈ സർജറി ചെയ്തിട്ട് വയറിൽ കത്രിക വെച്ചിട്ട് മറന്നു പോകുന്ന ഒരു സാഹചര്യം, വയറിൽ പഞ്ഞു വെച്ചിട്ട് പോകുന്ന ഒരു സംഭവം, നാവിന് കൈക്ക് മുറിവുണ്ടെങ്കിൽ നാവ് മുറിച്ചു മാറ്റുന്ന സംഭവങ്ങളുണ്ട്. ഒരു പാവപ്പെട്ട കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റി, കയ്യിൽ എന്തോ ചെറിയ വേദനയായിട്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ സർജറി പ്രോട്ടോകോൾ പാലിക്കാൻ ഈ പറയുന്ന 9 മെഡിക്കൽ കോളേജിലും സാധിച്ചിട്ടില്ല. അതല്ലാതെയുള്ള മെഡിക്കൽ കോളേജ് എല്ലാ വിഭാഗം ആൾക്കാരിലും ആശുപത്രിയിലും ആവശ്യത്തിന് ഉപകരണങ്ങളോ ജീവനക്കാരോ ഇല്ലാത്തത് കൊണ്ട് ഈ അമിതമായ ടെൻഷൻ ഡോക്ടർമാർ അനുഭവിക്കുകയാണ്. 2 ഡോക്ടർമാരാണല്ലോ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? മാറ്റം ഉണ്ടാകുമെന്ന് ഒരു തരത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം ആരോഗ്യമന്ത്രി ഒരു മൂഢസ്വർഗത്തിലാണ്. അവരെ സംബന്ധിച്ച് ഒരു പ്രതിഷേധം കണ്ടാൽ അവർ അസ്വസ്ഥരാകുകയാണ്, അവർ ഉറഞ്ഞു തുള്ളുകയാണ്. അപ്പോൾ നമുക്കറിയാം, KSUവിലെ കുറച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിച്ചൊരു പ്രതിഷേധം നടത്തിയപ്പോൾ അതിൽ ഉടനെ കരിങ്കൊടി പ്രതിഷേധം കണ്ട് കഴുത്തുളുക്കിയ ഒരു മന്ത്രിയാണ്. എന്നിട്ട് പിറ്റേന്ന് പണ്ട് ഞാൻ ഒരു സിനിമ, ദിലീപിന്റെ സിനിമ കണ്ടു, മീശ മാധവൻ എന്ന് പറഞ്ഞ സിനിമയിൽ കൊച്ചിൻ ഹനീഫ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു രാഷ്ട്രീയക്കാരനാണ്. ആ കഥാപാത്രം കഴുത്തിൽ ഇട്ടിരിക്കുന്നത് പോലെ 2 ദിവസം കഴിഞ്ഞ് മന്ത്രി പത്രക്കാരെ വന്നിട്ട് ആ കഥാപാത്രം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, മീശ മാധവന് കൊച്ചിൻ ഹനീഫയുടെ അതേ കഥാപാത്രത്തിനെ പോലെ മാധ്യമത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ്. കരിങ്കൊടി പ്രതിഷേധം വന്നപ്പോൾ കഴുത്തുളുക്കി എന്ന് പറഞ്ഞ് കഴുത്തിൽ ഉപകരണവും ഇട്ട് ഈ തരത്തിൽ നാടകങ്ങളും തട്ടിപ്പുകളും ഒന്നും അല്ലാതെ സ്വന്തം മണ്ഡലത്തിൽ, സ്വന്തം ജില്ലയിലുള്ള ആശുപത്രിയുടെ ദയനീയ സാഹചര്യം ഒന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഡോക്ടറിന് ഇങ്ങനെ ചെയ്യേണ്ടി വരും. കാര്യം സർജറി സമയത്ത് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയാൽ ഡോക്ടർ കുറ്റക്കാരനെന്ന് പറയും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന അപകടങ്ങൾ ഉണ്ട് എന്ന് പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ട് നാളെ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ആ ഡോക്ടർ ഉത്തരവാദിയാവണ്ടേ? അതിൽ തന്നെ മന്ത്രി ആലപ്പുഴയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, സർജറി പ്രോട്ടോകോൾ പാലിക്കാതെ എന്തെങ്കിലും അപകടം വരുത്തിയാൽ ആ ഡോക്ടറാണ് ഉത്തരവാദി എന്ന് തന്നെ അന്ന് ആലപ്പുഴ സംഭവം ഉണ്ടായപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സർജറി പ്രോട്ടോകോൾ പാലിക്കാൻ ആ കോന്നി മെഡിക്കൽ കോളേജ് കഴിയില്ല. അവിടെ യഥാർത്ഥത്തിൽ മൈനർ ഓപ്പറേഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്. മേജർ ഓപ്പറേഷൻ നടത്താനുള്ള അടിസ്ഥാന സൗകര്യമില്ല. ഈ ഡോക്ടർ അവിടെ പോയതിനു ശേഷമാണ് ഒരു തിയേറ്റർ, ഈ മൈനറിൽ നിന്ന് മേജർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തിയേറ്റർ ഇവർ സ്വന്തം കാശ് മുടക്കി ചെയ്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട്, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഡോക്ടർമാരും. അപ്പോൾ ആ തരത്തിൽ ഡോക്ടർമാർക്ക് സർജറി നടത്തണമെങ്കിൽ അവർ സ്വന്തം നിലയ്ക്ക് ഉപകരണം വിലയ്ക്ക് വെളിയിൽ നിന്ന് വാങ്ങി നടത്തിക്കൊള്ളണം. അവിടെ ഫാർമസി ഇല്ല. ഈ ആരോഗ്യമന്ത്രിക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ട്. അവിടെ 5 മണിക്ക് മെഡിക്കൽ കോളേജ് ആണെന്ന് നോക്കണം. മെഡിക്കൽ കോളേജിൽ 5 മണിക്ക് ശേഷം ഫാർമസി ഇല്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഡോക്ടർക്കാണോ? അതിന്റെ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കാണ്, ആരോഗ്യമന്ത്രിയുടെ ജില്ലയിൽ. അപ്പോൾ ഈ തരത്തിൽ ഈ ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്നു. ഡോക്ടർമാർക്ക് നിവർത്തി കേടുകൊണ്ട് അവസാനം ഇതൊക്കെ അവർ തുറന്നു പറയേണ്ടി വരും. തുറന്നു പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്ന സമീപനത്തിനു പകരം അവരെ വിളിച്ചിരുത്തി എന്തൊക്കെ വേണം എന്ന് പരിശോധിക്കുവാൻ ആരോഗ്യമന്ത്രി തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇനിയും ഈ തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും.
ഇപ്പൊ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും പ്രധാനമായിട്ടും LDF സർക്കാർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ വളർച്ച തന്നെയാണ്. ആ ഒരു അവകാശവാദം നിൽക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. അതിനെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ അല്ലെങ്കിൽ ജനങ്ങൾ അതിനൊരു മറുപടി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനം എന്താണ്, എങ്ങനെയാണ് എന്ന് ഏറ്റവും നന്നായി അറിയാൻ സാധിക്കുന്നത് അവരുടെ കുടുംബ അംഗങ്ങൾക്കാണ്. ആ കുടുംബ അംഗങ്ങൾ അത് അവരുടെ തന്നെ ഭർത്താവ് തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു, ഈ വീണ ജോർജിന് ഇനി മത്സരിക്കാൻ സീറ്റ് നൽകരുത് എന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചതായി നമ്മൾ എല്ലാ മാധ്യമങ്ങളിലും കണ്ടു. അതിൻ്റെ തന്നെ അർത്ഥം എന്താണ്? ഇവർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല, ഒരു മികച്ച പ്രവർത്തനമല്ല, മികച്ച ഒരു പൊതുപ്രവർത്തകയല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിൽ ഇനി പുറത്തുനിന്ന് ഒരാൾ നമ്മളെ പോലുള്ള ആരും തന്നെ സാക്ഷ്യപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ തള്ളൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉറഞ്ഞു തുള്ളൽ കൂടിയുണ്ട്. പ്രതിഷേധം കണ്ടാൽ ഉറഞ്ഞു തുള്ളുകയാണ്. ആ തരത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന മന്ത്രിയെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. എത്രയോ തവണ എത്രയോ മന്ത്രിമാർ പ്രതിഷേധം നേരിട്ടിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അതൊക്കെ ഈ സമൂഹത്തിലുള്ള ന്യായമായുള്ള കാര്യങ്ങളാണ് പ്രതിഷേധം. പക്ഷെ ഈ മന്ത്രിയെ സംബന്ധിച്ച് എന്ന് പറയുന്നത് മന്ത്രി പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് കടന്നു വന്ന ആളല്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലോ യുവജന രാഷ്ട്രീയത്തിലോ കടന്നു വരാത്ത ഒരാളായതുകൊണ്ട് പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. ആ തരത്തിൽ പ്രതിഷേധിക്കുന്നവരെ പ്രതിയാക്കി ജയിലിലടയ്ക്കുന്ന സമീപനം, ആ സമയം കൊണ്ട് ആശുപത്രിയിലെ ജീവനക്കാരോട് ഉത്തരവാദിത്തപ്പെട്ട സൂപ്രണ്ടോ പ്രിൻസിപ്പാളിനെ പോലെ ഉള്ളവരോട് മര്യാദയ്ക്ക് വിളിച്ച് അവിടെ എന്ത് വേണം എന്ന് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലുമില്ല. എന്തു തന്നെയാണ് വരുന്ന 4-5 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതോടുകൂടി കേരളത്തിലെ പാവപ്പെട്ട രോഗികളുടെ ഒരു അവർക്ക് ലഭിച്ച അധാർമികമായ നടപടികൾക്ക് അവസാനം വരാൻ പോവുകയാണ്. പുതിയൊരു ഗവൺമെന്റ് വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ തരത്തിലുള്ള മാറ്റം ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ, പ്രത്യേകിച്ചും ഈ വീണ ജോർജിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും മാത്രം ഒരു കാലഘട്ടമായിരുന്നു. ജീവനക്കാർക്ക് അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത കാലഘട്ടമായിരുന്നു. അത് മാത്രവുമല്ല, കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പരാതി ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന മന്ത്രിയാണ്. അപ്പൊ ആ തരത്തിൽ ഒരു തരത്തിലും ഒരു മികച്ച മന്ത്രിയായിരുന്നില്ല, മികച്ച MLA ആയിരുന്നില്ല, മികച്ച ഒരു പൊതുപ്രവർത്തക പോലും അല്ലാത്ത അവരുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോട് അവസാനിക്കും. പുതിയ ഒരു സംവിധാനം വരുന്നതോടുകൂടി മാത്രമേ കേരളത്തിലെ രോഗികൾക്ക് ശാശ്വതമായ ഒരു സംവിധാനം കേരളത്തിലുണ്ടാവൂ.